വനിതാ സംവരണ ബിൽ പരാജയപ്പെടുമ്പോൾ ദൂരദർശനോട് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു. അതിൽ അഭിസംബോധന ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അത് പരാജയപ്പെട്ടു എന്ന രൂപത്തിലൊരു പ്രതികരണം നടത്തുകയാണെങ്കിൽ, ഒരു പരിമിതമായ പ്രതികരണമാണെങ്കിൽ അത് നമുക്ക് അങ്ങനെ സമ്മതിക്കാം, ഒരു ഭരണകൂടത്തിന്റെ പ്രതികരണമായി. പക്ഷെ അങ്ങനെയല്ല. അവിടെ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് 59 കോൺഗ്രസ് എന്ന വിമർശനം അദ്ദേഹം ആ പ്രസംഗത്തിൽ ഉന്നയിക്കുന്നത്. അങ്ങനെ മോദി പ്രസംഗിക്കുന്നു. അതിനെതിരെ പ്രതിപക്ഷം പരാതി നൽകിയിട്ട്, പെരുമാറ്റച്ചട്ട ലംഘനം എന്നുള്ള പരാതി നൽകിയിട്ട് എന്ത് നടപടിയുണ്ടായി? അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലും ഗുരുതരമായ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മോദി നടത്തിയിട്ടുണ്ട്, പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ട്. 2024 നമുക്കറിയാവുന്നതാണ്. അന്ന് നമ്മൾ ഏറെ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്, നിങ്ങളുടെ താലിമാല എടുത്തുകൊണ്ട് വിൽക്കും, അത് വിറ്റുകൊണ്ട് ആർക്കാണ്? കുട്ടികളെ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് കൊടുക്കും, എന്താണ്, കുടിയേറ്റക്കാർക്ക് നൽകും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു വിഭാഗത്തെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയ ആ പ്രസംഗത്തിനെതിരെ പരാതി നൽകിയിട്ടും ആ പരാതിയിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പരാതികളിൽ ഒരു നടപടി ഉണ്ടാകാതിരിക്കുകയും പ്രതിപക്ഷത്തിനെതിരെ തുടർച്ചയായി നടപടികൾ എടുക്കുകയും ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം പാസ്സാക്കാനായി പ്രതിപക്ഷം രംഗത്ത് വന്നു. പ്രതിപക്ഷം ലോക്സഭയിൽ നിന്നും 130 അംഗങ്ങളും രാജ്യസഭയിലെ 63 MP-മാരും ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതിന്മേലും നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷത്തിനെ പൂർണ്ണമായും നിശബ്ദരാക്കുക, അതിൽ കൃത്യമായ ആസൂത്രണമുണ്ടെന്നേ.